രാവിലെ സ്കൂളിലെ ബാത്റൂമിലേക്ക് കടന്നപ്പോൾ കണ്ട കാഴ്ച ടീച്ചറുടെ മനസ്സിനെ തകർത്ത് കളഞ്ഞു. ഒരു കുട്ടി നിർത്താതെ ഛർദ്ദിക്കുന്നു. കൂട്ടുകാരി അവളുടെ പുറം തട്ടിക്കൊടുക്കുന്നു. മുഖം വിളറി വെളുത്തിരിക്കുന്നു. ശരീരം മുഴുവൻ ക്ഷീണം. എന്താ പറ്റിയേ? ടീച്ചർ ചോദിച്ചു. അവൾ തലകുനിച്ചു പറഞ്ഞു, ഒന്നുമില്ല മാഡം. പക്ഷെ ടീച്ചറുടെ മനസ്സിന് സമാധാനം കിട്ടിയില്ല. അവൾ വീണ്ടും നിർബന്ധിച്ച് ചോദിച്ചു. അവസാനം കുട്ടി ആ സത്യം പറഞ്ഞു. ഒരു നിമിഷം ടീച്ചറുടെ മനസ്സ് എന്തോ ആലോചിച്ചു. ടീച്ചർ ഒന്നും പറയാതെ അവളെ സ്റ്റാഫ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ടീച്ചർ തൻ്റെ ബാഗ് പുറത്തെടുത്തു. അതിനുള്ളിൽ രാവിലത്തെ ദോശ. അതാണ് അവൾ അന്ന് ലഞ്ചിനായി കൊണ്ടുവന്നത്. ടീച്ചർ ആ ദോശ എടുത്ത് കുട്ടിയുടെ മുന്നിൽ വെച്ചു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ഇത് നിനക്കുള്ള എൻ്റെ ശിക്ഷയാണ്. ഇവിടെ ഇരുന്ന് ഇത് മുഴുവനായും കഴിക്കണം. ഇനി ഒരിക്കലും നീ രാവിലെ ഭക്ഷണം കഴിക്കാതെ സ്കൂളിൽ വരരുത്. രാവിലെ ഭക്ഷണം കഴിക്കാതെ വന്നാൽ ഗ്യാസ് കയറി ഛർദ്ദിക്കാൻ വരുന്നത് സാധാരണമാണ്. കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മയെ പോലെ പരിഗണിച്ച ആ ശബ്ദത്തിൻ്റെ ചൂടിൽ അവൾ ആ ദോശ കഴിച്ചു. അതൊരു ശിക്ഷയായിരുന്നില്ല, ജീവിതം പഠിപ്പിച്ച ഒരു പാഠമായിരുന്നു. ചില ശിക്ഷകൾ ശരീരത്തെയല്ല, മനസ്സിനെയാണ് മുറിവേൽപ്പിക്കുന്നത്. നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഇതുപോലെ സ്നേഹം കൊണ്ട് മാത്രം നിങ്ങളെ ശിക്ഷിച്ച ഒരു ടീച്ചർ? സ്നേഹം എന്ന ശിക്ഷ നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടോ? കഥ ഇഷ്ടമായാൽ ലൈക്ക് തരണേ. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അതുപോലെ കഥകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണം.